നമസ്കാരം. മിന്നും താരത്തിൻ്റെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഒരു ദിവസം വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. കാരണം ഇന്ന് പ്രേക്ഷകരെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് എൻ്റെ അമ്മാവനാണ്. അമ്മാവൻ ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. ഇത് അമ്മാവൻ വെച്ചാൽ ഞാൻ കുറച്ച് എപ്പിസോഡായിട്ട് ഞാൻ അറിയാം. ഞങ്ങളുടെ പ്രൊഡ്യൂസർ സാറ് നമ്മളെല്ലാം ഈ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ടിട്ട് നമ്മളിവിടെ തന്നെ ഷൂട്ടിലായിരുന്നു. അപ്പോൾ എന്നെ വീട്ടിൽ കണ്ടില്ല എന്ന് പറഞ്ഞ് തിരക്കി വന്നൊക്കെയാണ്. അമ്മാവൻ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഞാനെൻ്റെ പ്രൊഡ്യൂസറോട് ചോദിച്ചു, പ്രേക്ഷകർക്ക് അറിയാം, പ്രൊഡ്യൂസറോട് ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുവരണമെന്ന്. പ്രൊഡ്യൂസർ പറഞ്ഞു അമ്മാവനല്ലേ വന്ന വഴിക്ക് ഒന്ന് കയറ്റി നിർത്തി 2 വാക്ക് സംസാരിപ്പിക്കാനൊരു അവസരം കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അമ്മാവ് നമസ്കാരമെങ്കിലും പറയാം. എൻ്റെ പ്രേക്ഷകരാണ് അവിടെ ഇരിക്കുന്നത്. നമസ്കാരം കൊടുക്കാൻ എൻ്റെ അളിയനാണ് അവിടെ ഇരിക്കുന്നത്. നീ എത്ര ദിവസമായി വീട്ടിൽ നിന്ന് പോന്നിട്ട്? എൻ്റെ അമ്മാവൻ ഞാനിത് പറയട്ടെ, ചോദിക്കുന്ന മറുപടി ഞാൻ പറയട്ടെ. ഇത് ആൾക്കാർ കേൾക്കില്ലേ? നമ്മളൊരു ആങ്കറായിട്ട് പ്രോഗ്രാം ചെയ്യല്ലേ, നമ്മുടെ പ്രൊഡ്യൂസറൊക്കെ കേൾക്കില്ലേ? സാറൊക്കെ ഇവിടെ കേട്ടിട്ടിരിക്കുന്നത് കൺസോളിൽ ഇരുന്നിട്ട്. നിങ്ങളിങ്ങനെ പറഞ്ഞ ആൾക്കാരെന്ത് വിചാരിക്കും? ആരും അമ്മാവൻ്റെ ഒരു പ്രത്യേക സ്വഭാവ പ്രകൃതി കൊണ്ടാണ് ആരും അതിലൊരു വിഷമം വിചാരിക്കുന്നത്. ഞാൻ വളരെ അറിയാമല്ലോ, ഇത്രയും സുന്ദരനും സുമുഖനുമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ഒരു ഇത് തന്നെയാണ്. എന്നെ സുമുഖനുമാണ്. ഇവൻ എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. ഇവനതല്ല അവിടെ പേടിച്ച് കുത്തിയിരിക്കുക. അല്ല, ഇവനെക്കുറിച്ച് രാതിയില്ല, എനിക്കില്ലേ? അല്ല, ഇത് അമ്മാവ ഒരു നമസ്കാരം പറഞ്ഞിട്ട് തുടങ്ങും, ഒരു മാന്യമായിട്ട് സംസാരിക്കുക. എൻ്റെ പണി കളയല്ലേ, എൻ്റെ ജോലി കളയല്ലേ അമ്മാവനാണെന്നും പറഞ്ഞു. ഈ ഭരണഘടനവർക്ക് ഇവരിവിടെ ജോലി ചെയ്ത് കാശും കൊണ്ടുവന്നിട്ട് ഞങ്ങളെല്ലാം കൈവച്ച് കുടിക്കണം. അതെന്താ അമ്മാവനെന്താ അങ്ങനെ പറഞ്ഞത്? ഇവിടുന്ന് തന്നെ പൈസ കൊണ്ടിട്ട് ഒരുപാട് കാശ് ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്നില്ലേ? ഷൂട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. ഞാനതെല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യണം. ശരിയാ, അവിടെ അടുപ്പി പൂച്ച പറ്റി കിടക്കെ. ഇന്ന് ഇവിടെ ഞാൻ മറ്റേ പിഷാരഡിയാ, അതേ ഷെഡിയാണ്. അത് പിഷാരടിയുടെ ഷോ ഇപ്പൊ ചെയ്യണ്ട. അവന് മിനിറ്റിന് ഷോയാണ്, പക്ഷെ കയ്യിൽ 5 പൈസ. അമ്മാവൻ ഞാനിപ്പോ ഇത്രയും പരിപാടിയൊക്കെ ചെയ്തിട്ട് ഇത്രയും പൈസയൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടു തന്നിട്ടല്ലോ. വലിയ പരിപാടികൾ കൊണ്ടേ കൊടുത്തത് അവളെ ചേട്ടനും പറഞ്ഞു. അവള് പറഞ്ഞ ഇവൻ 40 പ്രാവശ്യം പരിപാടിയാണ്, ഇവരൊന്നും ഇല്ല. അമ്മാവ ഇത് കലാരംഗമല്ല, അപ്പൊ നമ്മൾ പച്ച പിടിച്ച് വരാണ്ട് സമയം എടുക്കുമല്ലോ. അപ്പൊ അതാണ് നല്ല വളയിട്ട് കൊടുക്കണം. ഒരു മിനിറ്റ്, എന്റെ ചെവിയിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സാറേ കുഴപ്പമില്ല, അമ്മാവനാണ്, അത് നിന്നോട്ടെ. ഒരു ചവന്തിനി സാമാനം എന്ത് ചെയ്യാനാണ് സാറേ? ഇപ്പൊ കട്ട് ചെയ്യണോ? നീ കട്ട് ചെയ്യണം, ഞാൻ പറയാം. ഇത് പ്രൊഡ്യൂസർ ചെവി ഏത് ഷഡ്ഡിയാണെങ്കിലും ഞാൻ പറയാം. ഷഡ്ഡിയല്ലത്, പ്രൊഡ്യൂസർ ചെവി പറയണതാണ്. എന്നാ അത് പറ, നീ കാര്യം പറ. ഞാൻ വന്നിരിക്കണത് നിന്നെ കൊണ്ടുപോകാതിരിക്കണത് വിടുവായില്ലേ? അത് പുള്ളിയടിച്ച് പറ. വിടുവായില്ലേ? നിങ്ങൾക്കാണ് വിടുവാ, പുള്ളിയല്ല വിടുവാ. അതല്ലെന്ന് എന്റെ കൂടെ നിന്നെ വീട്ടിലേക്ക് വിടുവാ അത് ചോദിക്കാനാ പറഞ്ഞത്. എന്റെ വിടുവാ ഞാൻ പറയണ ആദ്യം കേൾക്കുന്നത്. ഇത് അങ്ങനെ പറയില്ലേ? അപ്പൊ നമുക്ക് എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. പ്രേക്ഷകരിപ്പോൾ വിചാരിക്കും ഒരു പക്ഷേ എന്താണ് ഇങ്ങനത്തെ ഒരു ഇത്രയും നല്ലൊരു സുന്ദരനായ ഒരു അവതാരകന് എന്താണ് ഇങ്ങനത്തെ ഒരു മെനക്കെട്ടൊരു മാവനെന്ന് ചിന്തിക്കും. ഒരുമാതിരി കോർപ്പറേഷന്റെ വണ്ടി പോലത്തെ ഒരു മുഖമായിട്ട്. ഞാനവിടെ ഒരു മൈപ്പും കഴിഞ്ഞിട്ട് ഓടി വരാ. ഞാൻ വിളിച്ചപ്പോ ഞാൻ ഇതിൽ ഫോൺ എടുക്കാൻ പറ്റില്ല. ആരാ മരിച്ചത്? അവനെ 40 പ്രാവശ്യം വിളിച്ചു. നമ്മുടെ കിഴക്കുറത്ത ചിന്നപ്പൻ മരിച്ചെന്നേ. ആര്? ചിന്നപ്പൻ ചേട്ടൻ മരിച്ചിട്ടൊന്നുമില്ല. ആര് പറഞ്ഞു? ചിന്നപ്പൻ ചേട്ടൻ മരിച്ചിട്ടില്ല. ഞാൻ അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോരുമ്പോഴത്തേക്കിനും ഞാൻ അവിടെ പറയട്ടെ, ഞാൻ അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ പോകുന്നില്ലേ? ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ പോകുന്നിട്ട് ഞാൻ വണ്ടിക്കാശില്ലാണ്ട് ഞാൻ മറ്റേ ലോറിക്ക് കയറി കൈ കാണിച്ച്, വണ്ടിക്കാശിലാണ്ടല്ല പ്രേക്ഷകരെ, അത് ലോറി കയറി യാത്ര ചെയ്യുന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ ലോറി കയറി വന്നപ്പോൾ, ബസ്സിൽ കയറി വന്നപ്പോൾ ചിന്നപ്പൻ ചേട്ടനെ അവിടെ കണ്ടതാണ്. ചിന്നപ്പൻ ചേട്ടൻ മരിച്ചെന്നാ ഞാൻ പറഞ്ഞത്. അവൻ ഇന്നലെ പെണ്ണുമ്പിള്ള വീട്ടിൽ പോയി. അവിടെ പോയിച്ച് തിരിച്ച് വന്ന വഴി ഇച്ചിരി സന്ധ്യ നേരം 8-9 മണിയായിട്ടുണ്ട്. ഇവൻ വന്ന് നമ്മുടെ ആശാനിയുടെ വെയിലിയുടെ റമ്പിന് വരിയെ ഒരു മൂർഖൻ. പിന്നെ ഒരു 10-15 അടിയെങ്കിലും കാണും, ഒരു 8 അടി മൂർഖൻ. ഇതെന്ത് കോപ്പുറത്താണ് പറയണത്? 10-15 അടിയുള്ള 8 അടി മൂർഖൻ, 8 അടിയുള്ളതാണ് 8 അടി മൂർഖൻ, 10-15 അടിയുള്ള 10-15 അടി മൂർഖൻ. എടാ, ഇത് നീട്ടമുള്ളായിരുന്നു. ഇവൻ വന്ന് ചമ്മിട്ട് അമ്മാവന്റെ മോങ്ങാനായിട്ട് അയ്യടാ പോടാ അവിടുന്ന്. മറ്റേ ആളെ കളിയാക്കണ സ്വഭാവമുള്ളതായി ഈ മൂർഖൻ. ഇവന്റെ നേരെ ഇങ്ങനെ നിൽക്കുക. ഇവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റൂല. മൂർഖൻ ഇങ്ങനെ നിൽക്കുക, നീ ഇങ്ങനെ നിൽക്കുക. ഇവരെ അങ്ങോട്ടോ അനങ്ങിയാൽ ഇങ്ങോട്ട് അനങ്ങിയാൽ ഇവൻ ചാടി കൊത്തും. മൂർഖൻ ചാടി. പിന്നെ അത് ഭയങ്കര ഇവന് ചെറിയ പാർട്ടി പരിപാടി അതൊക്കെ ഉണ്ടായിരുന്നു ഇവന്. അത് കാരണം ഇവന്റെ കയ്യിൽ എപ്പോഴും ഒരു പേന കത്തി കാണും. ചിന്നപ്പൻ ചേട്ടന് പാർട്ടിയുടെ പരിപാടിയൊക്കെ ഉണ്ട്, നല്ല പക്കാ. ഇവൻ എപ്പോഴും ഒരു ചെറിയ പേന കത്തി ഇവന്റെ കയ്യിലുണ്ടാവും. ഇവൻ എന്ത് ചെയ്തറിയാം? അവൻ അനങ്ങാതെ അവിടെ കുത്തിയിരുന്ന് ഈ പേന കത്തിയെടുത്ത് 2 കാലിലെ ഞരമ്പ് അങ്ങോട്ട് കണ്ടി. ഇത് എന്താണ് ഈ പറയണത്? മൂർഖൻ കൊത്താൻ നിൽക്കുമ്പോൾ 2 കാലിലെ ഞരമ്പ് കണ്ടിച്ച് എന്തിനാണ്? എടാ പൊട്ടാ, ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മൂർഖൻ കൊത്തി കഴിഞ്ഞാൽ വിഷമേനായിട്ട് കയറരുതല്ല. അതിന് അഡ്വാൻസ് ആയിട്ട് അവൻ ഞരം മുറിച്ച് കളഞ്ഞു. ആള് കാഞ്ഞു പോയി. അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന പാട്ടിലാണ് നിന്റെ തള്ള പറഞ്ഞത്. നിങ്ങൾ അവനെ ചെന്ന് വിളിച്ചിട്ട് തള്ളേന്നൊന്നും പറയല്ലേ, അമ്മയെന്നാണ്. അമ്മയെന്നല്ല ഞാൻ വീട്ടിൽ വിളിക്കാറുള്ളത്, അമ്മയെന്നല്ല ഞാൻ വിളിക്കാറുള്ളത്, തള്ളേന്ന് ഞാൻ വിളിക്കാറുള്ളത്. ഇല്ല എന്ത് സ്നേഹത്തോടു കൂടി ഞാൻ എന്താ വിളിക്കണം? ചിലത് കേട്ട് കഴിക്കുന്ന നമ്മൾ തന്നെ ഇറങ്ങി ഓടാൻ തോന്നും. അമ്മേനെ വിളിക്കണ കേട്ട് കഴിക്കുന്ന
അല്ല അത് അത്തരം കാര്യങ്ങൾ പറയണ്ടല്ലോ, നമ്മൾ പ്രോഗ്രാമല്ലേ. അമ്മാവനിപ്പോ വന്ന സ്ഥിതി നീ എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? ഞാനിപ്പോ അമ്മാവൻ എനിക്ക് എപ്പിസോഡ് തീരാണ്ട് വരാൻ പറ്റില്ല. പിന്നെ അമ്മാവനോട് വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യണം, എന്തെങ്കിലും ഒരു കഴിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ പ്രകടിപ്പിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ഒരു കഴിവ് കെട്ടവനാണെന്ന് എനിക്കറിയാം, അതല്ല ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും ഒരു കഴിവോ കാര്യങ്ങളോ കലാപരമായിട്ട് അമ്മാവനൊരു കഥാപ്രസംഗമൊക്കെ പണ്ട് പറയുമായിരുന്നല്ലോ. പറയുമായിരുന്നു, അത് അന്ന് തലി പഠിച്ചോളൂ നിർത്തിയില്ലേ? അല്ല, ഒരു രണ്ടുപേരും കഥാപ്രസംഗം ഒന്ന് പറഞ്ഞിട്ട് അമ്മാവൻ ഒന്ന് ക്ലിയർ ചെയ്ത് ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കും. ഒരു പഴയ കഥ ഓർത്ത് പറ. പ്രഭാതം പൊട്ടി വിടുന്നു, അതൊക്കെ പറഞ്ഞോ. ഇല്ലല്ലോ, ഒന്നും ചെയ്യില്ല അമ്മാവന്. പ്രിയമുള്ള പ്രേക്ഷകരെ, എൻ്റെ പ്രിയപ്പെട്ട അമ്മാവൻ, പിന്നെ അമ്മാവൻ്റെ ഇവിടെ എന്താ കരിവറ്റിരിക്കണം എന്താടാ? ഞാൻ പറഞ്ഞില്ലേ, ഇവന് പണ്ടേ ഓളണ സ്വഭാവമുണ്ട്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ എടുത്ത് വെച്ച് ഓളുന്നതായി ഒരാള്. അതാ ജാതി. അല്ല, ഞാൻ പലപ്പോഴും പറയുന്ന ആളെ എന്റെ മീശ കണ്ടിട്ട് മനസ്സിലായില്ല എനിക്ക്. ഇത് മീശാണ്. പിന്നെ ഇതിൽ കൊങ്കൺ റെയിൽവേയിൽ മറ്റേ ഇവിടെ ഇത് വെച്ചേക്കണ പോലെ എടാ, ചോറ് തിന്നുമ്പോ മീശ തട്ടി വായിക്കാറുകൊണ്ടാണ് അത് പറ്റ വെച്ച് കട്ടിയത്. ആണല്ലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മാവനായതുകൊണ്ട് ഞാൻ പറയണതല്ല. ഒരു കാര്യത്തിൽ അമ്മാവൻ സത്യം പറയാലോ, ഒരു കാര്യത്തിൽ ഇതുപോലത്തെ ഒരു അമ്മാവനെ കിട്ടിയത് ഞങ്ങളുടെ ഒരു കുടുംബത്തിന്റെ ഒരു ഭാഗ്യം. പിന്നെ ഒരു കാര്യത്തിൽ അമ്മാവനെ കിട്ടിയത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗ്യമാണ്. അതായത് കുടുംബത്തിൽ എന്ത് നല്ല കാര്യം നടന്നു കഴിഞ്ഞാലും അവിടെ ഇങ്ങേര് വന്ന് ദ്രോഹത്തരം പറഞ്ഞ് അത് മുടക്കും. എൻ്റെ പെങ്ങളുടെ കല്യാണം ഇങ്ങേര് മുടക്കി. എൻ്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയില്ലേ? മുടക്കിയില്ലെന്ന് പറഞ്ഞാൽ അത് കയ്യിരിപ്പുണ്ട്. എന്ത് കയ്യിരിപ്പ്? നിന്റെയൊക്കെ വേണ്ടാതീനം. ചെറുക്കനും കൂട്ടരും വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ചോദിച്ചാൽ എന്നാന്നറിയാമോ? ഒന്നും വേണ്ട, അവള് പത്തനമാറ്റ് നല്ല പെങ്കൊച്ചാണ്, അവളെ മാത്രം തന്നാമതി എന്ന് പറഞ്ഞ്. അങ്ങനെ കല്യാണത്തിൻ്റെ അന്ന് ഒരു ഭക്ഷണം പോലും അവർക്ക് കൊടുക്കാൻ സമ്മതിക്കാണ്ട് അവർക്ക് എടുത്ത് വെച്ച് സ്ക്വാഷ് എടുത്ത് അപ്പുറത്തെ വീട്ടിലെ ജോഷിന് കൊടുത്തിട്ട് ആ പെണ്ണിനെ തനിയെ ഇറക്കി വിട്ടേക്കണം. അപ്പോൾ ആ പെണ്ണിൻ്റെ അമ്മായച്ചൻ അവിടെ ചെന്ന് ചോദിച്ചു, എന്ത് മര്യാദകളാണ് അമ്മാവൻ കാണിച്ചത്? ഒന്നും തന്നില്ല എന്ന് വെച്ചപ്പോൾ ഈ അമ്മാവൻ പറയണം, ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ പെണ്ണിനെ മാത്രം. അവരൊന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതിയല്ലേ പറഞ്ഞത്. അപ്പോഴല്ലേ നമ്മൾ പെണ്ണിനെ കൊടുത്തത്. നമ്മൾ പെണ്ണിനെ കൊടുത്തത്. എൻ്റെ ജീവിതം കലക്കിയിട്ട് നീ പിന്നെ വഴക്കിട്ട് വെപ്രാളം പിടിച്ച് പിന്നെ വെട്ടി വിയർത്തിട്ടിരിക്കുന്നു, ഒരു ശ്രദ്ധയില്ല. പിന്നെ ഈ പറഞ്ഞ ഇത് എന്താണ് ഇവിടെ അത് പിന്നെ നോക്കാം. അമ്മ പറയട്ടെ. അപ്പൊ പ്രേക്ഷകരെ, നമ്മളുടെ പ്രോഗ്രാമിലേക്ക് മിന്നും താരത്തിൽ നിന്ന് അമ്മാവൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അമ്മാവൻ എന്തെങ്കിലും ഒരു കഴിവ് ഇവിടെ പ്രകടിപ്പിച്ചാൽ അമ്മാവന് ഒരു കുറച്ചുകൂടെ ആൾക്കാരെ അറിയും. ഇവിടെ വന്നാൽ ആരെങ്കിലും പ്രോഗ്രാം ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എൻ്റെ ജോലികളായി എന്തെങ്കിലും ഒരു കഥാപ്രസംഗം എന്തെങ്കിലും പറ. ജോലി പോട്ടെ നിന്റെ. അങ്ങനെ വീട്ടിൽ വരില്ല. വീട്ടുകാരെ പറ്റി അശേഷ സ്നേഹവും ബഹുമാനവും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സ്വഭാവമാണ്. അല്ലെന്ന് ആര് പറഞ്ഞു? എൻ്റെ അമ്മയും അച്ഛനെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഓടാപ്പാടുന്നു ഈ അമ്മതിരി വർത്താനം പറഞ്ഞാൽ നമ്മൾ പിന്നെ ധാരണ പൈസ ഉണ്ടാവും. അതെന്നാ ബാലേന്ദ്രൻ നാരങ്ങ വീഴാൻ പോണം? അല്ല, എൻ്റെ റോസാകുലിന് അതിൻ്റെ സിഗ്നലാണ് ഇതാ. ഒരു നാരങ്ങ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ഗ്ലാസ് വെച്ച് പിഴിയല്ല. ഞാൻ കാര്യം പറയുമ്പോൾ ഈ കാര്യത്തിലോട്ട് പോടാ. ഇവൻ തന്തേനെ സ്നേഹിക്കുന്ന പറയണത്. അച്ഛനെ സ്നേഹിക്കുന്ന ഒരു മകനാണ് ഞാൻ. ഇവര് രണ്ടുപേരും കൂടെ ഇരുന്നാണ് ഭയങ്കര പറവരച്ചിലാണ്. രാവിലെ പോലും വൈകുന്നേരം വരെ. വൈകുന്നേരം പോയി എല്ലായിടത്തും പോയി കള്ളെല്ലാം കുടിച്ചും ഞാൻ കണ്ടിട്ടിരിക്കേണ്ടി എന്നാ അമ്മാവനൊരു ഗ്ലാസ് വേണമെന്ന് ചോദിക്കുകയില്ല. അതാ ജാതി. അച്ഛനും മോനോടെ കഴിച്ചും വൈകുന്നേരം വന്ന് ഇവൻ അച്ഛനുമായിട്ട് ഒന്നും തന്നെ വെക്കും. അങ്ങനെ ഉന്നും തള്ളും ഉണ്ടാക്കി വൈകുന്നേരം ഇവൻ്റെ അച്ഛനെ പൊങ്ങാക്ക് പിടിച്ച് കുത്തിപ്പിടിച്ച് പടിഞ്ഞാറ കുളത്തിലിട്ടെറിയും. അച്ഛനെടുത്ത് കുളത്തിലിടണമല്ല, അച്ഛന് കുളിക്കാൻ മടിയുള്ളപ്പോൾ ഞാൻ ചില സമയത്ത് അച്ഛൻ കരയിൽ നിൽക്കണതാണ്, ഞാൻ എടുത്ത് അച്ഛനെ അങ്ങോട്ട് ഞാൻ കുളത്തിലേക്ക് വിടും. എടാ, ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ആളിയാൻ കസേര എണ്ണ വെച്ച് കുത്തിയിരിക്കുക. അപ്പം കിഴക്ക് പുറത്തെ രമണിയൊന്നും ചോദിച്ചല്ലേ ചേട്ടാ സന്ധ്യയല്ല കുളിക്കണില്ലേ? അന്നേരം പറയണ്, എടി മകൻ വന്നില്ല, അവൻ വന്നിട്ട് കുളിക്കുക, അല്ലെ പിന്നെ 2 കുളി കുളിക്കേണ്ടി വരുമെന്ന്. എന്താണ് ഇവരെടുത്തെറിയും? രണ്ടു നേരം കുളിക്കേണ്ട കാര്യമില്ല. അതൊക്കെ പറയാൻ വേണ്ടിയാണ് ഒരു പ്രോഗ്രാമിന്റെ ഫ്ലോറിലേക്ക് വന്നേക്കുന്നത്. എത്ര ആൾക്കാർ കാണുന്ന പരിപാടി. നീ വീട്ടിലേക്ക് പോകുന്നുണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ വീട്ടിലേക്കൊന്നും വരില്ല, എനിക്ക് കുറച്ച് എപ്പിസോഡും കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട്. എന്നാ പൂടല്ല, എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനുണ്ട് ഇവിടെ. ഇപ്പൊ ഞാൻ നാളെ ഒരു നടനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മാവന് സന്തോഷമല്ലേ? പിന്നെ നീ നാളെ നടനമല്ല, നടനായിട്ട് ഞാൻ അഭിനയിച്ച് വന്നു കഴിഞ്ഞാൽ അമ്മാവന് ഓക്കെ അല്ലേ? അമ്മാവന് പറയാം, എന്താ വിനീത് പോണത്, സിനിമാടൻ പോണത്, സിനിമാടൻ്റെ വീട്ടിലെ കക്കൂസ്, സിനിമാടൻ്റെ വീട്ടിലെ വണ്ടി, സിനിമാടൻ്റെ വീട്ടിലെ അമ്മാവൻ, സിനിമാടൻ്റെ വീട്ടിലെ അമ്മാവൻ എന്ന് പറയാൻ പറ്റിയൊരു മോന്തല്ല ഒരുമാതിരി. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇവരൊന്നും കണ്ണില്ലെങ്കിൽ നാട്ടുകാരുടെ തല്ലി മേടിക്കാതിരുന്നാൽ മതി. എൻ്റെ പൊന്നമ്മാവ, ഇതെന്താ മുടി ഇങ്ങനെ ഇരിക്കണേ? ഈ പഴനിക്ക് കൂട്ടി അല്ല പാണ്ടിക്കാരെ വണ്ടി വന്ന മാതിരി അവിടെ ഇവിടെ തോന്നും പ്രായാത. അമ്മാവന് കലാപരമായിട്ട് വല്ല കഴിവുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തി നമ്മൾ ടൈമായി. അതുകൊണ്ടാണ് ഞാനിനി എന്നാ പരിപാടി. അമ്മാവനൊരു കഥാപ്രസംഗം പറ. അമ്മാവൻ പണ്ട് കഥാപ്രസംഗം പറയണതൊക്കെ ഓർമ്മയുണ്ട്. പഴയ ഒരു കഥ പറ. എടാ, അതിന്റെ കാലം കഴിഞ്ഞു. അല്ല, വാരനാടമ്പലത്തിൽ അമ്മാവനൊരു കഥാപ്രസംഗം നടത്തിയിട്ട് എന്തോ ആൾക്കാർ പൂ കൊണ്ട് അമ്മാവനെ മൂടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞേ. പൂവുണ്ടായിരുന്നു, പൂവിനടക്ക് കല്ല് വെച്ചാണ്. പൂവിനടക്ക് കല്ലുണ്ടായിരുന്നു, 1.5 ഇഞ്ച് മെറ്റിൽ വെച്ചാണ് ഇവര് പ്രയോഗം നടത്തിയത്. ആണല്ലേ? അതോടെ
കഥാപ്രസംഗം എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ നിർത്തി കളഞ്ഞു. ആണല്ലേ? നമുക്ക് കഥാപ്രസംഗത്തെ കുറിച്ചൊരു സംശയം ചോദിക്കട്ടെ. ഈ പക്കവാദ്യം എന്ന് പറഞ്ഞ സംഭവം എന്താ? അത് ഈ പക്കാവട ഇല്ലേ, അതിന്റെ ഒരു വേറെ ടൈപ്പാണ് ഈ പക്കവാദ്യം എന്ന് പറയുന്നത്. ഇത് മധുരമുള്ള സാധനം. ഇത് മധുരമുള്ള മറ്റൊരു മധുരയില്ല. ആണല്ലേ? ഇപ്പൊ അമ്മാവൻ എത്ര സ്ഥലത്ത് കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്? ഏകദേശം എത്ര സ്റ്റേജ് കളിച്ചിട്ടുണ്ട് അമ്മാവൻ? ഒരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-35. ആണോ? അന്ന് ആൾഡിറ്റോറിയം അല്ല, ഓഡിറ്റോറിയം. അതിനകത്താ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് പുറത്തിറങ്ങാൻ പറ്റിയല്ല. ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇതൊക്കെ പൂട്ടി നല്ല ഇതായിട്ടിരിക്കും. കമ്മിറ്റിക്കാരാദ്യം പൂട്ടും. എന്നിട്ടാ പരിപാടി. അപ്പൊ കഥാപ്രസംഗം നടത്തിയിട്ട് നല്ല അനുഭവങ്ങളൊക്കെ വല്ല ഉണ്ടായ? പിന്നെ കഥാപ്രസംഗം നടത്തിട്ട് വന്നിട്ടില്ല. ഏകദേശം 2 പാട്ട് കഴിയുമ്പോ തന്നെ അവര് കർട്ടനിടും. ആണല്ലേ? അത് ഞാനൊരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം അമ്മാവന്റെ ആ പഴയ ഒരു കാലഘട്ടത്തിൽ ഒരു പഴയ ഒരു ഗംഭീര കഥ ഞാൻ ഒന്ന് പറയട്ടെ. ഞാനന്ന് കൊച്ചാണ് ഞാൻ. അത് ഞാൻ വള്ളിനിക്കറിട്ട് നടക്കുന്ന കാലത്ത് ഞാൻ ഹനുമാന്റെ ലങ്കാതകനൊന്നും പറഞ്ഞ് ഞാൻ അമ്മാവന്റെ ബാല കാണാൻ വേണ്ടി എന്റെ ഒരു മധുരമായ ഒരു ഓർമ്മ ഞാൻ നിങ്ങളിലേക്ക് പറയുന്നു. ഈ അമ്മാവന്റെ ബാല കാണാൻ വേണ്ടി ഞാൻ വൈക്കത്തമ്പലത്തിൽ ഞാൻ ചെന്നേക്കും. ഹനുമാന്റെ ലങ്കാതകനോ എന്നാണ് അമ്മാവന്റെ ബാലയുടെ പേര്. ഞാൻ കൊച്ചല്ലേ, ഞാൻ ചെന്നപ്പോ അമ്മാവൻ കഥ പറയാൻ നല്ല പളവളാൻ മിന്നണ ചുവയൊക്കെ ഇട്ടിട്ട് വന്ന് പക്കമേളക്കാര് അവരൊക്കെ വന്ന് ഹനുമാന്റെ ലങ്കാതകനം തുടങ്ങി. 2 മണിക്കൂർ കഥ 1.25 മണിക്കൂറായപ്പോ കറക്റ്റ് ക്ലൈമാക്സുമായി ലങ്കാതകനം നടന്ന് സ്റ്റേജും കത്തിച്ച് അമ്മാവന്റെ താടിയും കത്തിച്ച് ബാക്കി വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ബാക്കി കിട്ടിയതാണ്. ഇതൊക്കെ കത്തിപ്പോയിട്ട് ഇതൊക്കെ പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കിയേക്കുന്നത് മേളക്കാരന്റെ കാര്യം പറയാതിരിക്കും നല്ലത്. ആ ചെണ്ടയായിട്ടൊരു മേളക്കാരൻ വൈക്കത്തമ്പലത്തിന് മുമ്പിൽ കൂടെ ഓടി ചെണ്ടയുടെ മറ്റേ തോല് പൊട്ടി ചെണ്ടക്കകത്ത് കയറി കറങ്ങി കായലിൽ വീണ് അയാളും ചത്ത്. ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അത് പൊക്കി പിടിച്ചിട്ട് നീ നടക്കണ്ട. ഞാൻ നിന്റെ കാര്യം നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ലെന്നാ ഞാൻ ചോദിച്ചു. ഞാൻ വീട്ടിലേക്ക് വരാം, എപ്പിസോഡ് കഴിഞ്ഞാൽ വരാം. അമ്മാവൻ കലാപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, കലാപരമായിട്ടുള്ള കഴിവെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പരിപാടി ശരിയാവില്ല. ഞാനതൊക്കെ നിർത്തിയതല്ലേ. അത് പഴയ കാര്യങ്ങൾ കലാരംഗത്തുള്ളൊരു ഓർമ്മ പങ്കുവയ്ക്കും. ഞാനത് പറഞ്ഞുതരാം. പ്രിയമുള്ളവർ, എൻ്റെ അമ്മാവൻ ഒരു പ്രസിദ്ധനായ ഒരു കലാകാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കലാരംഗത്തുള്ള ഒരു ഓർമ്മ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നു. അമ്മാവൻ പറഞ്ഞു ഓർമ്മ അതെന്ന് പറഞ്ഞ പിന്നെ ഇതെന്താണ് കൈകൊണ്ട് ബാലയായിരുന്നു. ബാല ആരെ ബാല? ബാലല്ല ബാല. എന്നാ നീ ഇവനുണ്ടേ? ഞാനൊന്നുമില്ല. ആര് പറഞ്ഞു നീ അന്ന് കിടക്കാച്ചിയാണ്? നീ കുഞ്ഞായിരുന്നു. കുഞ്ഞു പാവാ. കുഞ്ഞാന്ന് എനിക്ക് കിടക്കാനുള്ള പ്രായമുണ്ട്. അങ്ങനെ ഞങ്ങള് ബാലയൊക്കെ പുരാണ നാടകമായിരുന്നു. പുരാണ ബാലയ്ക്ക് ഇവനെയാണ് ഞങ്ങൾ ഹനുമാനാക്കി ഒരുക്കിയത്. കാരണം ഇവൻ അതിനുള്ള ഇതുണ്ട്. സാഹചര്യത്തിലൊരു ആർട്ടിസ്റ്റ് വന്നില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ അല്ലല്ല, ഇവന്റെ മുഖാനുസരിച്ച് ഇവനെയാണ് ഞങ്ങൾ അന്ന് ഹനുമാനാക്കി വിട്ടത്. അപ്പൊ ഹനുമാൻ മരത്തുവാമലയും കൊണ്ട് വന്ന സീനാണ് ഞങ്ങൾ ഇവനെ വെച്ച് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ കപ്പിയും കയറി വിട്ടിട്ടാണ് ഈ ഹനുമാനെ ഞങ്ങൾ വലിച്ച് അങ്ങോട്ട് കൊണ്ടുവരുത്തുന്നത്. മേളിലേക്ക് പിന്നെ പോകാൻ പറന്ന് പോണ സീന. അല്ലെ ഇടക്ക് വെച്ച് ഈ കപ്പിയും കയറി ഉടക്കി ഹനുമാൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അടിക്കണ പോലെ അവിടെ അടിച്ചുകൊണ്ടിരിക്കുക. അവസാനം എന്ത് ചെയ്ത് ദാസപ്പൻ അവിടെ ചെന്ന് ഓടിച്ചെന്ന് കയറ് കണ്ടിച്ച് താഴത്തിട്ട്. ഇത് വല്ല ശ്രീരാമൻ അറിയാവാ? ശ്രീരാമൻ ചോദിച്ചു, അല്ലയോ പ്രഭു പോയ കാര്യം നടന്നാ മരുന്ന് എവിടെയെന്ന് ചോദിച്ചു. ഇവന്റെ വായിന്ന് നെഞ്ഞി തന്നെയല്ലേ ഇവ താഴത്ത് വീണത്. ഇവന്റെ വായിന്ന് വന്ന വേറെ വർത്താനം. അല്ലെ പിന്നെ ആൾക്കാരെല്ലാം കൂടെ കയറി അങ്ങോട്ട് വിധിക്കുകയായിരുന്നു. ഇവന്റെ ആദ്യത്തെ ബാലയും എന്റെ അവസാനത്തെ ബാലയും കൂടെ ആയിരുന്നു ഇത്. അതൊന്നും പറയാതിരിക്കാൻ ഒറ്റ വേദം. മാമനപ്പോ ഈ അനുഭവം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാമൻ എന്തോ വേറെന്തോ ഒരു സംഭവം പുരാണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ രാഷ്ട്രീയത്തിന്റെ കാര്യം എന്തൊക്കെ ചർച്ച ചെയ്യണ്ടല്ലോ. പുരാണമല്ലടാ, അത് പണ്ടത്തെ കാര്യമാണ്. അത് നീ ഇല്ലെന്ന്. ഞാനില്ല. അന്ന് ബ്രിട്ടീഷുകാരിയുടെ ആധിപത്യം. ബ്രിട്ടീഷുകാരുടെ ആധിപത്യം. നിനക്ക് വിവരമില്ല, നിനക്ക് അറിയാൻ വേലെ കുറിച്ച്. അന്ന് ബ്രിട്ടീഷുകാരും വേലൻ തമ്പിയായിട്ട് എന്താ കശപിശ ഉണ്ടായി. ആര് തമ്പി? വേലൻ തമ്പി. എന്നെ കൊണ്ട് വേലുത്തമ്പി. അപ്പൊ ഈ കൂട്ടത്തിലുള്ള ആളാ അവളാ? എന്റെ അമ്മാവ ഇത് ഈ പരിപാടി ഒന്ന് കൊള്ളാക്കാണ്ട് ഞാൻ ഒരു കാര്യം ഇത് പറഞ്ഞൊന്ന് ഒതുക്കട്ടെ. പിന്നെ അമ്മ വേറൊരു കാര്യമുണ്ട്. അമ്മാവനോട് ആയതുകൊണ്ട് ഇവിടെ വന്നോണ്ട് ഞാൻ പറയാണ്, എന്റെ സിനിമയുണ്ട് 6 പെണ്ണുങ്ങൾ. സിനിമയുടെ ഒരു 6 പെണ്ണുങ്ങൾ. അതിൽ ഞാനാണ് നായകൻ. 6 പെണ്ണുങ്ങളിൽ ഞാനാണ് നായകൻ. 6 പെണ്ണുങ്ങൾ സിനിമയിലെ നായകനാണ് അമ്മാവന്റെ മകൻ. അമ്മാവൻ കുറെ നേരമല്ലേ ഇവിടെയൊക്കെ പിടിച്ച് ഇങ്ങനെ കാണിക്കണം. എന്താണ് കാണിക്കണത്? ഏതുകൊണ്ട് നോക്കാൻ ഇതിന്റെ ഉടുപ്പാണല്ലോ. മാല കൊറേ നേരം ഞാൻ നോക്കിട്ട് കാണുന്നില്ല. മാല നോക്കണായിരുന്നു എന്റെ കരുത്തെ കിടന്നു. വണ്ടിക്കൂലി ഇല്ല. നിങ്ങൾ ഒറ്റ കീറ്റിനാണെന്നുണ്ടല്ലോ അമ്മാവനാണെന്നും പറഞ്ഞ് കയറി വന്നേക്കണ്. ഇതൊന്നും ശരിയാവില്ല. ഒരു കാര്യം ചെയ്തേ, അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പിസോഡ് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യട്ടെ. പ്രേക്ഷകരോട് അമ്മാവൻ എന്താണ് പറയാനുള്ളത്? എന്നെ കുറിച്ച് നല്ല വാക്ക് പറ. എന്നാലും നമ്മുടെ വലിയ തെറ്റില്ലെന്ന് തോന്നുന്നു.
നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാക്ഷിട്ടും ബ്രൗൺ ഷുഗറൊക്കെ അവന് കൊടുക്കണം. എന്താ അനുഗ്രഹാക്ഷിട്ടും ബ്രൗൺ ഷുഗറും? അനുഗ്രഹ ആശിഷല്ല, അനുഗ്രഹ ആശിസുകളും ഇതും സ്നേഹവും കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാ അത് കൊടുക്കണം കേട്ടാ. അത് നമ്മുടെ ചേർക്കാൻ അവൻ ജില്ലയെ വരട്ടെ. അവനൊരു സിനിമ നടനൊക്കെ ആവണ്ടേ. അതാണ് അതിന്റെ ഒരു. അപ്പൊ ഞാൻ പറയുന്നുണ്ട് മര്യാദ. പിന്നെ ഈ 6 പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്കൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എന്നെ കൂടെ വിളിക്കടാ. 6 പെണ്ണുങ്ങളുടെ കഥയാണ്, 6 ഹിജടയുടെ കഥയല്ല ഇത് വിളിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട ക്യാമറമാനായ അഖിലാണ് ഇതിന് ക്യാമറ ചെയ്യണത്. ആ ഒരു ഒറ്റ സിനിമയോട് കൂടി അവനെ ഈ മേഖലയിൽ അവനെ പറഞ്ഞു വിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി. ആ ചേർക്കനെ നമുക്ക് വിളിക്കാം. അവനെ വിളിക്കണം, നല്ല മുടിയൊക്കെ ഉള്ള പയ്യനാണ്. അവനെ ഷൂട്ട് ചെയ്യിക്കാം. അവനിപ്പോ ഈ സിനിമയിൽ നിന്ന് അവസരം പോയിട്ട് അവനിപ്പോ ഷൂട്ടിങ് ചെയ്യണ്. അവൻ കൊക്കിനെ വെടിവെച്ച് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന നാട്ടിൽ. അവൻ മുടുക്കൻ. അപ്പൊ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അമ്മാവനാണ്. മിന്നും താരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ പ്രിയപ്പെട്ട അതിഥിയായിട്ട് വന്ന അമ്മാവൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ പ്രേക്ഷകർ അങ്ങനെ ഒന്നും വിചാരിക്കണം, നിങ്ങളുടെ പ്രിയപ്പെട്ട അവതാരകനായിട്ട് ഇന്ന് നിങ്ങളെ ചിരിപ്പിക്കാനായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും. അല്ലേ അമ്മാവ? പിന്നെ പറയാനുണ്ട് അമ്മാവന്, പറയാനുണ്ടെങ്കിൽ പറ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എല്ലാവരുടെയും നമ്മുടെ പ്രോഗ്രാം ഇനിയും വാച്ച് ചെയ്യുക. എല്ലാവരുടെയും നല്ല എന്തുവാടാ ഇത്ര നേരമായിട്ട് എൻ്റെ പൊന്നു ദൈവമേ, വടയെന്നല്ല പറഞ്ഞാൽ ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ കേസും കാര്യങ്ങളും പറഞ്ഞു ഒതുക്കിയാണ്. വടയുടെ കാര്യം ഒന്നും പറഞ്ഞു. നിന്റെ കാർന്നേരല്ലടാ, ഒരു ചായ വട എനിക്ക് തരായിരുന്നല്ലടാ. എന്ത് പട വടയുടെ കേസല്ല, പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യട്ടെ. ഞാനത് പറയാൻ നിൽക്കുകയാണ്. ഞാൻ വടയുടെ കാര്യമല്ല പറഞ്ഞത്. കൺട്രോൾ ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് എനിക്ക് മണ്ടത്തരം പറയാതെ ഈ പരിപാടി. അപ്പോൾ പ്രിയമുള്ള ഒരു അമ്മാവൻ എന്തെടുത്ത് വാ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മണ്ടത്തരം പറയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മിന്നും താരത്തിൻ്റെ ഈ ഒരു മനോഹരമായ എപ്പിസോഡ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അതിലും മനോഹരമായ ഇതുപോലത്തെ ഒന്നും അല്ലട്ടോ, നല്ല അതിഥിയുമായിട്ട് വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട. നിങ്ങളുടെ സ്വന്തം വിനീത് വിജയ്. ഇങ്ങനെ കാണിക്കുക, ഇത് കാണിക്കും. പിന്നെ ഇവരെ കൊണ്ടുപോയാണ് കേട്ടാ. അങ്ങോട്ട് പോകും, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. പൊക്കോ.